ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കഴിഞ്ഞ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? ഇന്ന് ഞാൻ പുതിയൊരു കഥയുമായി വന്നിരിക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ്റെയും രാധയുടെയും കഥ. ഉണ്ണിക്കണ്ണനും രാധയും തമ്മിൽ വലിയ കൂട്ടാണല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പം നമുക്ക് കഥ കേൾക്കാം. ഉണ്ണിക്കണ്ണനും രാധയും എന്നും കാട്ടിലെ ചെമ്പകപ്പൂമരച്ചോട്ടിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു. രാധ കണ്ണന് വേണ്ടി എന്നും എന്തെങ്കിലും കരുതും. അരിയുണ്ടയോ, നെയ്യപ്പമോ, പഴമോ, അല്ലെങ്കിൽ പൂക്കൾ, താമരപ്പൂക്കളോ മുല്ലപ്പൂക്കളോ. എന്നാൽ ഒരു ദിവസം രാധയ്ക്ക് ഒന്നും കിട്ടിയില്ല. രാധ വളരെ സങ്കടത്തോടെ കാട്ടിലൂടെ കണ്ണൻ്റെ അരികിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴാണ് പീലി വിടർത്തി ആടുന്ന മയിലിനെ കണ്ടത്. രാധയ്ക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. മയിലിൻ്റെ പീലികൾ കാണാൻ നല്ല ഭംഗി. അവൾ മയിലിനോട് ചോദിച്ചു, നിൻ്റെ പീലികൾ കാണാൻ എത്ര മനോഹരം. എൻ്റെ കണ്ണന് കൊടുക്കാൻ എനിക്ക് 2-3 പീലികൾ തരുമോ? മയിൽ അത് കേട്ട് പറഞ്ഞു, അതിനെന്താ, നീ ഇഷ്ടമുള്ള അത്ര മയിൽപ്പീലി എടുത്തുകൊള്ളൂ. രാധ 3-4 പീലികൾ എടുത്തു. മയിലിന് നന്ദി പറഞ്ഞു സന്തോഷത്തോടെ കണ്ണൻ്റെ അടുത്ത് എത്തി. കണ്ണൻ ചോദിച്ചു, എനിക്ക് നീ എന്താണ് ഇന്ന് കൊണ്ടുവന്നത്? നിൻ്റെ കൈകളിൽ ഒന്നും കാണുന്നില്ലല്ലോ. രാധ തൻ്റെ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. കണ്ണന് ഇതെങ്ങനെ കൊടുക്കും? ഇഷ്ടമാകുമോ എന്നൊരു സംശയം. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന രാധയോട് കണ്ണൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. അത് കേട്ട് രാധ പറഞ്ഞു, നിനക്ക് തരാൻ ഒന്നും കിട്ടിയില്ല, വെറും കൈയോടെ വരാനും തോന്നിയില്ല. അതിനാൽ ഞാനൊരു കാര്യം കരുതിയിട്ടുണ്ട്. എങ്കിൽ കാണിക്കൂ. നിനക്കിഷ്ടപ്പെടുന്ന നല്ല വസ്തുക്കൾ മാത്രമാണ് നീ എനിക്ക് നൽകാറുള്ളൂ എന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ നൽകുന്നതെന്തും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് രാധയെ. തരൂ. രാധ മടിച്ചു നിന്നിരുന്ന രാധയിൽ നിന്നും കണ്ണൻ അത് കവർന്നെടുത്തു. എന്നിട്ട് പറഞ്ഞു, രാധേ, ഇത് എത്ര മനോഹരം, നിൻ്റെ കണ്ണുകൾ പോലെ. കണ്ണൻ അത് ചുംബിച്ചു. രാധ അത് കണ്ണൻ്റെ കയ്യിൽ നിന്നും വാങ്ങി കണ്ണൻ്റെ മുടിയിൽ ഭംഗിയിൽ ചൂടിവെച്ചു. കണ്ണ, ഈ പീലികൾ നിൻ്റെ മുടിയിൽ ചൂടിയപ്പോൾ കൂടുതൽ ഭംഗി വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ കണ്ണന് ആ മയിൽപ്പീലികൾ വളരെ പ്രിയപ്പെട്ടതായി. അമ്പാടിയിലെത്തിയ കണ്ണൻ്റെ മുടിയിൽ ചൂടിയിരിക്കുന്ന മയിൽപ്പീലികൾ കണ്ട് യശോദാദേവി പറഞ്ഞു, കണ്ണ, മനോഹരമായിരിക്കുന്നു മയിൽപ്പീലി ചൂടിയ നിൻ്റെ തിരുമുടി കാണാൻ. അങ്ങനെ യശോദ എന്നും കണ്ണനെ ആ മയിൽപ്പീലികൾ മുടിയിൽ ഭംഗിയിൽ ചൂടി വെക്കുമായിരുന്നു. കണ്ണനും അതേറെ പ്രിയങ്കരമായതിനാൽ എന്നും മുടിയിൽ ചൂടുകയും വേണം. അങ്ങനെ മയിൽപ്പീലികൾക്കും ആ ഭാഗ്യമുണ്ടായി അല്ലേ, കണ്ണൻ്റെ തിരുമുടിയിലെ അലങ്കാരമാകാൻ. പുണ്യം ചെയ്ത ജന്മം. നമ്മൾക്കും പ്രാർത്ഥിക്കാം ഒരു പുണ്യജന്മം ലഭിക്കാൻ അല്ലേ. ഒരു പുണ്യജന്മം നമുക്കും ലഭിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം അല്ലേ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീണ്ടും ഒരു കഥയുമായി ഉടനെ കാണാം. എല്ലാവർക്കും നമസ്കാരം.